ഏയ് ഹലോ. ദേ ഇന്നാണെങ്കിൽ കേരളത്തിലെ എല്ലാവർക്കും ഇഷ്ടമായ ഒരു സാധനമാണ് വിൽക്കാൻ പോകുന്നത്. അത് ഇവിടെ ആണെങ്കിൽ മരച്ചീനി, കപ്പക്കിഴങ്ങ് എന്നൊക്കെ പറയും. പക്ഷെ ഞങ്ങളാണെങ്കിൽ കൊല്ലക്കാർക്ക് ഇതിനെ ചീനി എന്ന് പറയാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അമ്മ ഇത് നുറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മളിത് കപ്പ പുഴുക്കുണ്ടാക്കാനാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മുറിച്ചെടുത്ത് ഇതിൻ്റെ തൊലി നന്നായിട്ട് കളയണം. അപ്പോൾ അതാണ് അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാധനം ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇതിൻ്റെ നടുക്കുള്ള ഒരു വേര് പോലത്തെ സംഭവം എടുത്ത് കളയണം. അത് കളഞ്ഞിട്ടുണ്ട്. അപ്പം വേണ്ട അമ്മ കൊണ്ട് കപ്പ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം കേട്ടോ. പിന്നെ ഉപ്പ് ഇട്ട് കുക്കറിലാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പം ഗ്യാസൊക്കെ കത്തിച്ച് അതിലേക്ക് എടുത്ത് വെക്കാം. അപ്പം അങ്ങനെ അത് കഴിഞ്ഞു. അത് അവിടെ ഇരുന്ന് വേവുമ്പോഴത്തേക്ക് പോയി നല്ല നാടൻ കാന്താരിമുളക് പിച്ചാന്ന് വിചാരിച്ചു. അപ്പം അതാവുമ്പോൾ ചമ്മന്തി ആവുമല്ലോ. അമ്മ ദേണ്ട പറമ്പിൽ നിന്ന് കാന്താരി അങ്ങോട്ട് പിച്ചി എടുക്കാൻ തുടങ്ങി കേട്ടോ. അതിനെയും കൊണ്ടുവന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനായിട്ട് അത്യാവശ്യം പുളിയും 2-3 അല്ലി ചെറിയ ഉള്ളി പച്ചമുളകും എടുത്ത് അമ്മ വെച്ച്. അപ്പം നമ്മുടെ കപ്പ അവിടെ പതുക്കെ വെന്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ ഫൈനൽ ലുക്ക് എത്തിയിരിക്കുകയാണ്. കപ്പയും നല്ല നാടൻ കട്ടൻ ചായയും അതുപോലെ തന്നെ നാരങ്ങയും പിന്നെ നമ്മൾ അരച്ച് വെച്ച് നല്ല കാന്താരി. അച്ഛനാണ് ഇന്ന് ടെസ്റ്റർ. അപ്പോൾ അച്ഛനാണ് കഴിച്ചോണ്ട് പറയുന്നത് സൂപ്പറായിട്ടുണ്ടെന്നേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.